കർത്താവിനുള്ള നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിമിത്തം ഈ രാത്രിയിലും നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയേറെ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശക്തമായി ദൈവത്തെ പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ ദൈവാത്മാവൊക്കെ നമുക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളായിരിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം അല്പസമയത്ത് ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 136 സങ്കീർത്തനം 136 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം ഞാൻ വായിക്കുന്നു. എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എത്രമാത്രം ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വസ്തനായിരുന്നു എന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോരോ പകലും ഓരോ രാത്രികളിലും നമുക്ക് കാണാനിടയാകും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കണമേ. ഇപ്പോൾ രാത്രി ആഴമേറിയ ഒട്ടനവധി ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിലും സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് വേഗത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ചിന്തകൾ മാത്രം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 136 സങ്കീർത്തനം ദൈവികമായ പദ്ധതികൾക്കകത്ത് ഇസ്രായേൽ ജനത്തെ മടത്തിയ വിധങ്ങളെ ഓർത്ത് മമ്മി പറയുന്ന ഒരു സങ്കീർത്തനമാണ്. നന്ദി അർപ്പണമാണ് നമുക്ക് 136 സങ്കീർത്തനത്തിനകത്ത് കാണാൻ കഴിയുന്നതെങ്കിലും അതിനകത്തുനിന്ന് 23 വാക്യം മാത്രം അടർത്തിയെടുത്ത് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഒരു ദൂത് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അവിടെ സങ്കീർത്തനക്കാരൻ മമ്മിയോട് ദൈവസന്നിധിയിൽ പറയുകയാണ്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രിയിലും എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തൊരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ താഴ്ചകൾക്കകത്ത് എന്നെ ഓർത്തത് കൊണ്ട് ഇന്ന് പകലിലും ഈ രാത്രിയിലും പലരും ഭൂപ്പരപ്പിൽ ജീവനോടിരിക്കുന്നത്. എത്രയോ ജീവിതത്തിൻ്റെ കഠിനമേറിയ താഴ്ചകൾ വന്നപ്പോൾ, എത്രയോ ജീവിതത്തിൻ്റെ കഠിനമേറിയ ശോധനകളുടെ ഇന്നലകൾ വന്നപ്പോൾ അവിടെ ഒന്നും തകരാതെ നിലനിർത്തിയത് ആ ദൈവം നമ്മെ ഓർത്തത് കൊണ്ടാണ്. ഈ രാത്രി എത്ര പേർക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ അമ്മല്ല കർത്താവിന് സ്തുതിക്കാൻ കഴിയും? താഴ്ചയിൽ നമ്മെ ഒരു ഓർത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഈ രാത്രിയിലും ഇതിനകത്ത് വന്നിരുന്ന ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഇടവരുത്തുന്നത്. എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന താഴ്ചകൾ, നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന ഇന്നലകൾക്കകത്ത് വന്ന വേദനകൾ, ഇന്നലകൾ നമ്മൾ അനുഭവിച്ച താഴ്ചയുടെ അനുഭവങ്ങൾക്കകത്തില്ല തകർന്നു പോകുമോ എന്ന് തോന്നി വേദനയോടെ ഓരോ രാത്രികളും തള്ളി നീക്കാൻ ശ്രമിച്ചപ്പോഴും അതിൻ്റെ മടിവിലും ചേർത്ത് പിടിച്ച് നമ്മെ ഓർത്തൊരു ദൈവമില്ലേ? ആ ദൈവത്തിന് എത്ര തന്നെ സ്തുതിച്ചാലും മതി വരത്തില്ല, എത്ര തന്നെ പാടിയാലും മതി വരത്തില്ല, എത്ര തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാലും മതി വരത്തില്ല. അത്രത്തോളം നമ്മെ നടത്തി അവൻ്റെ വിശ്വസ്തത വലുത്, നമ്മെ ഓർത്ത് ദൈവത്തിൻ്റെ കരുതൽ വലുത്. ഈ രാത്രി തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരമടിച്ചോ വായ്കളെ തുറമോ എൻ്റെ ദൈവത്തിന് നല്ല ആരാധന കൊടുക്കണം. അടങ്ങിയിരിക്കാൻ കഴിയില്ല ആർക്കും. ഇന്ന് പകൽ മുഖമേൻ ഇന്ന് രാത്രി മൗനമായിരിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ഹാളിനകത്തായിരിക്കുന്നവരും ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവര് ഇന്ന് രാത്രി നാം നിലനിൽക്കുന്നവർ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിലാണ്. നാം ആയതുമാകുന്നത് ദൈവത്തിന്റെ കൃപയ്ക്കകത്താണ്. ഈ രാത്രി എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? വിശ്വസ്തയോടെ മല്ല കർത്താവിന് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ.
ഈ സെക്ഷൻ, ഈ ഡെലിവറൻസ് മീറ്റിംഗ് ഒരു മമ്മി ആമേൻ അർപ്പിക്കുന്ന ആരാധനയായി മാറട്ടെ, ഒരു താങ്ക്സ് ഗിവിംഗ് സർവീസായി മാറട്ടെ. കാരണം നമ്മുടെ താഴ്ചയിൽ ഓർത്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നാം ആരാധിക്കുന്ന ദൈവമാണ്, നാം ആരാധിക്കുന്ന ദൈവമാണ്, നാം സ്തുതിക്കുന്ന ദൈവമാണ്. ഇമ്മലകളിൽ നമ്മെ ചേർത്ത് പിടിച്ച ആരും ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തില്ല. ഇമ്മലകളിൽ നമ്മൾ ചേർത്ത് പിടിച്ച ആരും നമ്മുടെ താഴ്ചകൾക്കകത്തില്ല. എങ്കിലും നമ്മുടെ താഴ്ചകളിൽ നമ്മളെ ഓർത്ത ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നവ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. മമ്മിയുള്ളവർ 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 ഓ റിമനധുരഘടകധുരാരികൾ ഖമാനധുരഘടകധുരാരകംചരാരികൾ ഖമാ. ഇന്ന് രാത്രി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. ദൂതന്മാരോട് കൂടെ ചേർന്ന്, സറാഫുകളോട് കൂടെ ചേർന്ന് ഇന്ന് രാത്രി ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുകയാണ്, ഞങ്ങളങ്ങെ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങെ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങെ നന്ദിയോട് സ്തുതിക്കുകയാണ്. ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധന സ്വർഗം പ്രസാദിക്കുന്നതായി മാറണമേ. ഇന്ന് രാത്രി ഞങ്ങളായതുമാകുന്നതും അങ്ങയുടെ കൃപയാലാണ്. രാത്രി സ്നേഹത്തോടെ ഞാൻ ആത്മനിറവിൽ പറയാം, പ്രിയരെ, നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യൻ നമ്മെ ഓർക്കുമ്പോൾ നമ്മൾ ഉയരുമ്പോഴാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മെ ഓർക്കുമ്പോൾ നാം ഉയരുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നന്മ വരുമ്പോഴാണ്, നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം മാറുമ്പോഴാണ്. ഈ രാത്രി സ്നേഹത്തോടെ ആത്മമറവിൽ ഞാൻ നിങ്ങളോട് കൈമാറാം. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഉയർന്നിരിക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് സമീപത്ത് നമ്മുടെ താഴ്ചയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകൾക്കകത്ത് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥകൾക്കകത്ത് എൻ്റെ ദൈവം സമീപസ്ഥനായി ഇറങ്ങി വരുന്നവനാണ്. ഈ രാത്രി ഒരു മനുഷ്യനും നിനക്ക് അനുകൂലമില്ലെങ്കിലും, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും, ഈ രാത്രി പറയണ, എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ വേദന കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ കഷ്ടവയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ ആരാധിക്കുന്നത്. അങ്ങനെ ആരാധിപ്പാൻ എനിക്കൊരു ദൈവമുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി ധൈര്യത്തോടെ പറയണം, എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അവൻ ഓർക്കുമ്പോൾ ഉയർച്ചയുടെ മാളുകളിലല്ല. മനുഷ്യൻ അവൻ ഓർക്കുന്നത് ഉയരുമ്പോഴാണ്, കൂട്ടുകാർ ഓർക്കുന്നത് ഉയരുമ്പോഴാണ്, കുടുംബക്കാർ ഓർക്കുമ്പോൾ കയ്യിൽ നന്മയുള്ളപ്പോഴാണ്. രാത്രി ആരുമില്ലാത്ത ഏകാന്തതയ്ക്കകത്ത്, താഴ്ചകൾക്കകത്ത് നമ്മെ ഓർക്കാൻ ആരും കാണില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിനകത്ത്, വേദനാജനകമായ രാത്രികൾക്കകത്ത് നമ്മെ ഓർക്കാൻ ആരും കാണില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടാരത്തിനകത്ത് ആരോ ആഹാരം വച്ചോന്ന്, ഒരു നേരം ആഹാരം കഴിച്ചോ എന്ന് പോലും, നിന്റെ കയ്യിൽ നന്മയുണ്ടോ എന്ന് പോലും ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കിയെന്ന് വരത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. ആരെങ്കിലും ഇപ്പോഴൊക്കെ കുറഞ്ഞു. നമ്മുടെ കേരളത്തിനകത്ത് പണ്ട് കാലത്ത്, ഇപ്പോൾ നമ്മുടെ എല്ലാ മക്കളും, കൊച്ചുമക്കളും ഒക്കെ വിദേശ രാജ്യങ്ങളിലാണ്. ദൈവം അവരെയൊക്കെ മാനിച്ചു, ദൈവം അവർക്കൊക്കെ വഴികളും വാതിലുകളും തുറന്നു. പക്ഷെ പണ്ട് കാലത്ത്, കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ, നമ്മുടെ ദേശത്തൊക്കെ ഗൾഫിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് എന്നാ സന്തോഷമാണ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? എന്നാ സന്തോഷമാണ്. എല്ലാവരും വീട്ടിൽ വരുന്നു, റിലേറ്റീവ്സ് വരുന്നു, ബന്ധുക്കൾ വരുന്നു, പണ്ട് കൂടെ പഠിച്ചവർ വരുന്നു. എന്തിനാ വരുന്നത്? അവരെ ഉയർച്ചയിൽ അവരെ ഓർക്കുകയാണ്. അവരെ ഉയർച്ചയിൽ അവരെ ഓർക്കുകയാണ്. അവരെ ഓർക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്ന നന്മയിൽ ഒരു ഓഹരി നമുക്കും കിട്ടുമെന്ന് കരുതി ഓടി വരികയാണ്. എൻ്റെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഇവരാരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന നന്മകളെല്ലാം തീർന്നിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവരെ തിരിഞ്ഞു നോക്കാറുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ചിരിക്കുക. ആരും തിരിഞ്ഞു നോക്കാറില്ല, ആരും തിരിച്ചു നോക്കാറില്ല. മനുഷ്യനെപ്പോഴും ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ വരണമെന്നാണ്.
ഹലോ, എനിക്കില്ലാത്തത് അവനുണ്ടെങ്കിൽ ആ നന്മ എനിക്ക് ലഭിക്കണമെന്നാണ്. അവിടെ നന്മ കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥത നിറഞ്ഞ, സെൽഫിഷ്നെസ് നിറഞ്ഞ ഒരു തലമുറയുടെ അവൻ അടുക്കലാണ് ഈ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു തലമുറയുടെ നടുവിലാണ് നാം ആരാധിക്കുന്നത്, നാം സ്തുതിക്കുന്നത്, നാം പാടുന്നത്, നമ്മൾ കോളേജിൽ പോകുന്നത്, നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്, നമ്മളായിരിക്കുന്ന മേഖലകൾ എല്ലാം സ്വാർത്ഥമറിഞ്ഞവരുടെ നടുവിലാണ്. ഈ രാത്രി ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, വേദന എന്നാൽ കരുതി കഴിഞ്ഞ നിന്റെ കൂടാരത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തൊരു തകർച്ച വെളിപ്പെട്ടെന്നറിഞ്ഞ, നിന്റെ ശരീരത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തൊരു രോഗം വെളിപ്പെട്ടെന്നറിഞ്ഞ, ചേർത്ത് പിടിക്കാൻ എത്ര പേര് കാണും? എത്ര പേർ ചേർത്ത് പിടിക്കാൻ കാണും? അവൻ നിന്റെ കൂടെ ആരാധിക്കുന്നവര്, നിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരും പറയൂ, നീ ചെയ്ത പാപം കൊണ്ടാണ്, നിന്റെ ജീവിതം ഇന്നലകളിൽ ഇങ്ങനെ ആയതുകൊണ്ടാ നീയും ഇത് അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിമർശിച്ച് വിധി എഴുതി തള്ളിക്കളയുമ്പോൾ ഇന്ന് രാത്രി എനിക്കൊരു ദൈവത്തെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നൊരു ദൈവ, നമ്മുടെ വേദനയ്ക്കകത്ത് നമ്മെ കാണുന്നൊരു ദൈവ. താഴ്ചയ്ക്കകത്ത് ഇട്ടേച്ചു പോകും അവനല്ല. അവൻ താഴ്ചയുടെ അനുഭവത്തിനകത്ത് ഇറങ്ങി വരുന്ന നല്ല ശമരിയക്കാരനായ ഒരു ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി ഉറപ്പോടെ ഞാൻ ധൈര്യത്തോടെ പറയാ, മനുഷ്യൻ ഓർത്തില്ലേലും സാരമില്ല, ഓർക്കുന്നൊരു ഉടയവനുണ്ട്, ഓർക്കുന്നൊരു അപ്പനുണ്ട്. ഓ ഇന്ന് രാത്രി ആരെയൊക്കെ ദൈവാത്മാവ് ധൈര്യപ്പെടുത്തുകയാണ്, വചനമയച്ച് ധൈര്യപ്പെടുത്തുകയാണ്. ലൈവിലൂടെ എന്നെ കാണുന്ന ശുശ്രൂഷകന്മാര്, ദൈവദാസിമാര്, ദൈവദാസന്മാര്, ഈ രാത്രി നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ ഏത് സാഹചര്യത്തിനകത്ത് മനുഷ്യൻ ഓർത്തില്ലേല്, മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകൾക്കകത്തും ഇറങ്ങി വരും ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ധൈര്യമായിരിക്കുക, ഈ താഴ്ച നിന്നെ തകർക്കില്ല, ഈ വേദന നിന്നെ തകർക്കില്ല. അതിന്റെ മടിവിലും നിന്നെ ഓർക്കുന്ന സർവശക്തനായ ദൈവം. ഇന്ന് രാത്രി ദൈവമോർത്ത നിന്റെ സ്ഥിതി മാറും. മനസ്സിലായവരുണ്ടോ? ആമേ, ദൈവമോർത്ത നിന്റെ അവസ്ഥ മാറും. ദൈവം നിന്റെ കണ്ടാൽ നിന്റെ വ്യാകുലത മാറും. ഇന്ന് രാത്രി ഞാൻ കൊതിക്കുന്നു, ചിലരുടെ ജീവിതത്തെ ദൈവം ഓർക്കട്ടെ, ചില താഴ്ചകളെ ദൈവം ഓർക്കട്ടെ, ചില വേദനകളെ ദൈവം ഓർക്കട്ടെ. വർഷങ്ങൾ പഴക്കമുള്ള ചില ചില മിമ്മകൾക്കകത്ത് ഒരു ചില ദൈവ പ്രവർത്തിയുടെ ആഴങ്ങൾ വെളിപ്പെടട്ടെ. ചില ഭാവി മണ്ഡലങ്ങൾക്കകത്ത്, ചില ഉപജീവന മേഖലകൾക്കകത്ത്, ചില താഴ്ചകൾക്കകത്ത്, ചില താഴ്വരകൾക്കകത്ത്, ഓ ശമനധുരഘടകപരാജലഘടക ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടട്ടെ. വ്യക്തമായി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ചില താഴ്ചകൾക്കകത്തിരിക്കുന്ന, ചില വേദനകൾക്കകത്തിരിക്കുന്ന ചിലവിനെ ഈ രാത്രി ദൈവം ഓർക്കുകയാണ്. നിന്റെ സ്തുതി മാറ്റുന്ന രാത്രിയാണ്, നിന്റെ വേദന മാറ്റുന്ന രാത്രിയാണ്. നിന്റെ ഇമ്മലകൾ നീ സഹായിച്ചത്, നീ ചേർത്ത് പിടിച്ചത്, നീ കൂടമർത്തിയത്, നീ വളർത്തി വലുതാക്കിയത് ഒരുപക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അവർ മറമാല് ഇന്ന് രാത്രി ധൈര്യപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി നിന്നെ ചേർത്ത് പിടിക്കും, നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഓ ശബനദലഘടക ഇന്ന് രാത്രി ചിലവിനെ ദൈവം തൊടുകയാ. അന്തരീക്ഷം മാറുന്നു. കരം കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാവരും കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം, ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഓ ശമനധുരജലഘടകരാജലഘടകധുരാറുകൾക്ക് വചനം പറയുന്നു, അബ്രഹാമിന് ദൈവമോർത്തു, നോഹയെ ദൈവമോർത്തു. ഇന്ന് രാത്രി ചിലരെ ദൈവം ഓർക്കുന്ന രാത്രിയാക്കി മാറ്റട്ടെ. മോശയെ ഓർത്ത ദൈവം, യോസേഫിനെ ഓർത്ത ദൈവം ഈ രാത്രി നിന്നെയും ഓർക്കട്ടെ. താഴ്ചയിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന, മിമ്മയിലിരിക്കുന്ന, അപമാനത്തിനകത്തിരിക്കുന്ന, ഇനി ഒരു ജീവിതമില്ലെന്ന് കരുതുന്ന നിന്നെ ഓർക്കുന്ന ഒരു രാത്രിയാക്കി. ഓ ശബരബല ദുരതലഘടകധരാജലഘടക. We thank you, Lord. We thank you, Lord. We thank you, Lord. Thank you for your almighty presence, Daddy.
ഇന്ന് ഈ ഡെലിവറൻസ് മീറ്റിങ്ങിന് കയറി വന്നതുപോലെ തിരിച്ചിറങ്ങി പോകരുത്. ഒരു ആത്മീകമായ ഒരു ധൈര്യം പ്രാപിച്ചിട്ടേ പോകാവൂ. രാത്രി ധൈര്യത്തോടെ പറയണം, എൻ്റെ താഴ്ചയിൽ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഉണ്ടോ വാശ്രയ? ഉണ്ട് കേട്ടോ, ഉണ്ട്. ആരും നിന്നെ ഓർക്കാനില്ലല്ലോ. ഈ വേദനാജനകമായ ജീവിതത്തിനകത്ത് ആരും നിന്നെ കരുതാനില്ലല്ലോ. ഓർക്കുന്നൊരുടയവനുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, പാഷ എന്തേ ഇത്രത്തോളം ഈ ദൈവത്തെ പ്രസംഗിക്കാനുള്ള കാരണം? അത് അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ, അധൈര്യപ്പെടാതെ, ഉറപ്പോടെ, ധൈര്യത്തോടെ എൻ്റെ ജീവിതത്തിനകത്തെന്ന് പറയാം. പച്ചയായ ജീവിതത്തിൻ്റെ വേദനാജനകമായ താഴ്ചകൾ എൻ്റെ ദൈവം എന്നെ ഓർത്തത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നത്, ഈ പോഡിയത്തിനകത്ത് നിൽക്കുന്നത്, ഇന്ന് രാത്രി ഈ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത്. ഇമ്മലകളിൽ ആരും താങ്ങാനില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു, ആരും കണ്ണുനീരൊപ്പ തരാനില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു. കുത്തിവാക്കും മുറിവേൽപ്പിക്ക് ചെയ്യാത്ത കുറ്റത്തിന് അപമാനത്തിന്റെ മുൾക്കിരീടവും വച്ച് ഒതുക്കിയ രാത്രികൾ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും വീണു പോകാതെ, താണു പോകാതെ ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മുൻപിൽ അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ പ്രസംഗിക്കുന്നവന് കാരണം എന്നെ ഓർത്തൊരു ദൈവമുണ്ട്, എൻ്റെ വേദനയെ ഓർത്തൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ ഓർത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായി നിൽക്കുന്നത്. ഇന്ന് രാത്രി നമ്മുടെ സഭ ഈ തിരുവനന്തപുരം പട്ടണത്ത് ആമേൻ അതിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ ശിരസ് ഉയർത്തി നിൽക്കുന്നവന് കാരണം അമ്മ ഓർത്തൊരു ദൈവമുണ്ട്. ആരും ഓർക്കാനില്ലാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം. ഒറ്റപ്പെടലും കുത്തുവാക്കും അപമാനവും മാത്രം ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വന്നേക്കാം. ഒരുപക്ഷെ ഇന്നലകളുടെ ജീവിതത്തിനകത്ത് ഒന്നിനും കുറവില്ലാതെ ആയിരിക്കാം നിങ്ങൾ ജീവിച്ചത്. വസ്ത്രത്തിന് വസ്ത്രം, ആരോഗ്യത്തിന് ആരോഗ്യം, പാർപ്പിടത്തിന് പാർപ്പിടം, എന്തും എല്ലാം ഉണ്ടായിരുന്ന സാഹചര്യത്തിനകത്ത് നിന്ന് ഒന്നുമില്ലാത്ത കുശവൻ്റെ കൈക്കകത്തിരുന്ന് കളിമണ്ണുടയപ്പെട്ടതുപോലെ ഉടഞ്ഞുപോയ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് എവിടെയൊക്കെ താഴ്ത്തപ്പെട്ട ഇന്നലകളുടെ കണ്ണുനീരിൻ്റെ രാത്രികളുണ്ടായേക്കാം. അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഒരു ഉറപ്പോടെ, ധൈര്യത്തോടെ ഇന്ന് രാത്രി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, ഭാരപ്പെടണ്ട, ധൈര്യപ്പെടണ്ട. ഇന്ന് രാത്രി നീ ആകുലതയോടെ ജീവിക്കണ്ട. ദൈവദാസനെ, പരിഹാരം എന്താണ്? എനിക്കൊരു മറുപടി എന്ന് ലഭിക്കും. എൻ്റെ ജീവിതം എങ്ങനെ പോയാൽ എങ്ങനെ, എവിടെ കൊണ്ട് അവസാനിക്കും എന്നൊക്കെ ചോദിക്കുന്ന 100 ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കണ്ടേക്കാം. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാ, ഓർക്കുന്നൊരു ദൈവമുണ്ട്. അവൻ ഓർക്കുന്നത് ഉയർച്ചയ്ക്കകത്തല്ല, താഴ്ചയ്ക്കകത്തും നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കും അവനേക്കാൾ അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവനല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നവനേക്കാൾ അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവനല്ലത്. കാരണമെന്ത്? അവൻ താഴ്ചയിൽ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോണ്ട് എക്സ്പെക്ട് ഫ്രം ഹ്യൂമൻസ്. മനുഷ്യനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. മനുഷ്യൻ ഓർക്കുമെന്ന് കരുതി ഒന്നും ചെയ്യരുത്. മനുഷ്യൻ കൂടെ കാണുമെന്ന് കരുതി ഒരു നന്മയും കൊടുക്കരുത്. മനുഷ്യനെന്നും കൂടെ കാണുമെന്ന് കരുതി വളർത്താൻ നിൽക്കരുത്. നീ വളർത്തിയവരും ചേർത്ത് പിടിച്ചവരും നീ ഉയർത്തിയവരും നിന്റെ കൂടാരത്തിൻ്റെ അകത്തുനിന്നുള്ള നന്മ ലഭിച്ച് വളർത്തി വലുതാക്കിയവരൊന്നും നിന്നെ ഓർക്കണമെന്നില്ല. നിന്റെ വേദനാജനകമായ ജീവിതത്തിനകത്ത് നിന്റെ കൂടെ കാണണമെന്നില്ല. പക്ഷെ അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഞാൻ പറയാ, ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ മനുഷ്യൻ മാറിയാലും നിനക്കൊരു പ്രശ്നമില്ല. ദൈവം നിന്നെ ഓർക്കാനുണ്ടെങ്കിൽ ഉലകത്തിൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പറയാൻ കഴിയണ, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് മുഴുവനും ഒരായുസ് മുഴുവനും അധ്വാനിച്ചത് വെച്ച് വളർത്തി വലുതാക്കിയ മക്കൾ, ഓർക്കാതെ പോകുന്ന മാതാപിതാക്കൾ ഒത്തിരി പേർ എന്നെ വിളിക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് വളർത്തി വലുതാക്കി തന്നെക്കാൾ വലുതാകുമ്പോൾ ലോകത്തിൻ്റെ മോഹത്തിനകത്ത് പോകുമ്പോൾ അപ്പനമ്മമാർക്ക് വില കൊടുക്കാതെ, സഭയ്ക്ക് വില കൊടുക്കാതെ, നമ്മെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഓടുന്ന ഒരു തലമുറയുടെ മുൻപിലാണ് നാം ജീവിക്കുന്നത്.
മാതാവേ, പിതാവേ, നിന്നെ ഉലകത്തിലാരും തിരിഞ്ഞു നോക്കിയില്ലേല് നീ ചേർത്ത് പിടിച്ചവരാര്? നിന്റെ കൂടെ ഒരു സപ്പോർട്ടിന്റെ ഒരു വാക്ക് നിനക്ക് തന്നില്ലെങ്കിലും ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ പറയാ, ഈ മരുഭൂ യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല. ഈ മരുഭൂ യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല. ദൈവവചനം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാൽ നിനക്കൊരനർത്ഥവും ഭവിക്കത്തില്ല. കാരണം അവിടെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വടിയും കോലുമുണ്ടെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, താഴ്ചയിൽ ഓർക്കും ഒരു ദൈവമുണ്ട്. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ഒരു കാലത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിലാ ഒരു വാചകമാണ്, കർത്താവേ, ഇന്ന വ്യക്തി നമ്മളെ ഒന്ന് ഓർത്തെങ്കിൽ, ഇന്ന ആള് നമ്മളെ ഒന്ന്, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് തോന്നുന്നു, ഇന്ന കുടുംബം നമ്മളെ ഒന്ന് ചേർത്ത് നിർത്തി വളർത്തി വലുതാക്കിയ ഇന്ന ദൈവദാസന്മാർ നമ്മളെ ഒന്ന് ഓർത്തെങ്കിൽ, രാത്രിയില്ലാതെ പകലില്ലാതെ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച ദൈവജനം നമ്മളെ ഒന്ന് ഇന്ന് രാത്രി അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഉറപ്പിച്ച് ഞാനൊരു കാര്യം പറയാം, ഇവരൊന്നും നമ്മളെ ഓർക്കില്ല. ഇവരൊന്നും നമ്മളെ ഓർക്കില്ല. നമ്മളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അവൻ ഓർത്താൽ നിന്റെ താഴ്ചകളിൽ നിന്ന് എന്നും നിന്റെ കൂടെ കാണില്ല. നിന്റെ താഴ്ചകൾ എന്നും നിന്റെ കൂടപ്പുറപ്പായി കൂടെ കാണില്ല. നിന്റെ വേദന എന്നും നിന്റെ ആയുഷ്കാലം മുഴുവനും കാണില്ല. നിന്റെ സ്തുതിയെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരിക്കൽ 17 വയസ്സ് വരെ അവൻ എല്ലാ രീതിയിലും കംഫോർട്ട് സോണാ. ഞാൻ ശാന്തമായി പോവുകയാണ്. കംഫോർട്ട് സോണാ. 17 വയസ്സ് മുതൽ കംഫോർട്ട് സോണാ. ഒരു പ്രതികൂലമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ് കോഫി കിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഉച്ചയ്ക്ക് ലഞ്ച് കിട്ടും, നൈറ്റ് ഡിന്നർ കിട്ടും. എല്ലാമുണ്ട്. അധ്വാനിച്ചു കൊണ്ട് സഹോദരന്മാരുണ്ട്. എല്ലാ നന്മകളും അവൻ്റെ അടുക്കൽ വരും. പക്ഷെ ഒരർദ്ധരാത്രിയിൽ 17 വയസ്സിൽ അവൻ്റെ കൂടാരത്തിനകത്ത് അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇന്ന് വരെ കാണാത്തൊരു സ്വപ്നം അവൻ കണ്ടു. സ്വപ്നം കണ്ടതു മുതൽ കുടുംബക്കാർ മുഴുവനും അവനെതിരായി. ഇന്ന് രാത്രി കുടുംബക്കാരെതിരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? സ്വന്തം സഹോദരങ്ങൾ എതിരായി ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ലോകം നിനക്കെതിരെന്ന് പറയുന്ന, എവിടെയൊക്കെ പോയാലും എല്ലായിടവും പ്രതികൂലമെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ പറയാ, അവരെതിരായതും നിനക്കെതിരല്ല, നിന്റെ മേൽ വെളിപ്പെട്ട സ്വപ്നമാണ്. അവരെ നിനക്കെതിരാക്കിയതെങ്കിൽ ഇന്ന് രാത്രി നീ ഭയപ്പെടണ്ട. സ്വപ്നം തന്നവനറിയോ, അത് പൂർത്തീകരിക്കാം. ഓ ശബരബലഘടക ഇന്ന് രാത്രി ധൈര്യത്തോടെ ഈ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. നിനക്കെതിരെ ലോകം വെളിപ്പെട്ടത്, നിനക്കെതിരെ പ്രതിസന്ധി വെളിപ്പെട്ടത്, നീ വിചാരിക്കാത്ത വ്യക്തി നിനക്കെതിരെ പദ്ധതി ഒരുക്കിയത് വേറൊന്നും കൊണ്ടല്ല കുഞ്ഞ്. ഈ രാത്രി വിശ്വസിക്ക, നിന്റെ മേൽ വെളിപ്പെട്ടൊരു സ്വപ്നമാണ്. ആർക്കുമില്ലാത്ത സ്വപ്നം പ്രാപിച്ചവർ ഇതിനകത്തുണ്ടോ? വാഗ്ദത്തം പ്രാപിച്ചവരുണ്ടെങ്കിൽ ഈ രാത്രി ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കൂ. ഓ ശമനതുരഘടക, ദൈവം നിന്നെ തൊടുകയാണ്. തടയുന്ന സ്വപ്നത്തിലേക്ക്, ദൈവം ആഗ്രഹിച്ച ദൈവിക പദ്ധതിയിലേക്ക് നടന്നു പോകാൻ കഴിയാവേ. ഒന്ന് മാറി പ്രതിസന്ധിയിടുന്ന എല്ലാ ദുരാത്മാവിന്റെ കൂട്ടുകെട്ടുകള് ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ ഫൽസിച്ചു ജയിക്കുകയാണ്. വഴിമാറട്ടെ.
ചില അഭിഷിക്തന്മാരുടെ കൂടാരത്തിനകത്ത് ദൈവിക വിടുതലുകൾ വെളിപ്പെടുകയാണ്. ചില മാനുഷിക കൂട്ടുകെട്ടുകളിട്ട് ഒതുക്കിക്കളയാനിടുന്ന പൈശാചിക തുകങ്ങൾ ഈ രാത്രി ദൈവത്തിന്റെ ദൂതനിറങ്ങി വെട്ടിമാറ്റുകയാണ്. ബാബേൽ ഗോപുരത്തിന്റെ നടുവിൽ ഓ ശബനപരഘടക ഭാഷ കലക്കിയതുപോലെ നിന്റെ വാക്തത്വത്തിന് പേര്, നിന്റെ ദർശനത്തിന് പേര്, നിന്റെ ശുശ്രൂഷയ്ക്ക് പേര്, നിന്റെ കാഴ്ചപ്പാടിന് പേര് ചലിക്കുന്ന എല്ലാ കൂട്ടുകെട്ടുകളുടെ മേലും ദൈവത്തിന്റെ കരം സൈന്യത്താലല്ല, ശക്തിയാലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഓരോ കൂടാരങ്ങൾ സ്വതന്ത്രമാകട്ടെ, ഓരോ വ്യക്തി ജീവിതങ്ങൾ സ്വതന്ത്രമാകട്ടെ. വാഗ്ദത്തത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ചു ദൈവിക നിയോഗത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ പുറകോട്ട് വലിക്കുന്ന പൈശാചിക മുഖങ്ങൾ, പുറകോട്ട് വലിക്കുന്ന കൂട്ടുകെട്ടുകൾ ഓ ശമനപുരക ഈ നിമിഷ ആത്മാവിൽ ഞങ്ങൾ അവനെ ജയിക്കുകയാണ്. ഈ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ ആലയത്തിന്റെ മേൽ വാഗ്ദത്ത നിവർത്തിയുടെ സീസണുകൾ വെളിപ്പെടട്ടെ. ഓ ശാരാധരാധലകട നിന്റെ മേൽ ദർശനമുണ്ടെന്നറിഞ്ഞാൽ, നിന്റെ മേൽ സ്വപ്നമുണ്ടെന്നറിഞ്ഞാൽ, ആർക്കുമില്ലാത്ത ദൈവിക വാഗ്ദത്തം നിന്റെ മേലുണ്ടെന്നറിഞ്ഞാൽ എല്ലാവരും പ്രതികൂലമാകും. 17-ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നം അങ്ങനെ പറയുന്നതാ നല്ലത്. ആമേൻ. അവൻ്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നത് വേദനാജനകമായ ദിവസങ്ങളാണ്. സ്വപ്നം കണ്ടിട്ട് ഇന്നുവരെയും അവൻ്റെ ജീവിതത്തിനകത്തൊരു നന്മ അവൻ പ്രാപിച്ചിട്ടില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസമാധാനത്തോടെ ഒരു രാത്രി പോലും അവൻ നന്നായി ഒന്നും ഉറങ്ങിയിട്ടില്ല. ആമേൻ. സ്വപ്നങ്ങൾ അവൻ്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നത് വേദനാജനകമായ സീസണുകളാണ്. ഞാൻ ഇന്ന് രാത്രി സ്നേഹത്തോടെ പറയാം, ആർക്കുമില്ലാത്ത വേദനയുടെ ഭാരം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ഒരിക്കലും മാറുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മേഖലകൾക്കകത്ത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അലട്ടുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പിച്ച് ഞാനൊരു ദൂത് കൈമാറാം. ആരുടെ മുൻപിലും വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ദൈവിക നിയോഗം നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. നിന്റെ ശുശ്രൂഷയുടെ മേൽ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയണം, സ്വപ്നമാണ് പ്രതിസന്ധിക്ക് കാരണമെങ്കിൽ അത് തമ്മവനറിയാൻ പരിഹരിക്കാൻ. ഓ വാഗ്ദത്തമാണ് എൻ്റെ മുൻപിൽ വെളിപ്പെട്ട പ്രതികൂലത്തിന് കാരണമെങ്കിൽ വാഗ്ദത്തം തന്നവനറിയോ, വാഗ്ദത്തം പറഞ്ഞവനറിയോ. അതിനുള്ള പരിഹാരം ഈ രാത്രി അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്വപ്നം കൊടുത്തവനറിയാം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തരാൻ. 17-ാമത്തെ വയസ്സ് മുതൽ നീണ്ട വർഷങ്ങൾ, 13 വർഷങ്ങൾ വേദനാജനകമായ ജീവിതത്തിൻ്റെ യാത്രകൾ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? വചനം ഇങ്ങനെ കൃത്യമായി പറയുന്നു, സഹോദരന്മാർ അവന് പൊട്ടക്കിണറൊരുക്കി അവിടെ നിന്ന് വിവസ്ത്രനായി അടിമച്ചന്തയിൽ നിർത്തി 20 വെള്ളിക്കാശ് എണ്ണി സഹോദരങ്ങൾ വാങ്ങി. ആരാ വാങ്ങിയത്? അവൻ ഒരുമിച്ച് ആഹാരം കഴിച്ചവർ, ഒരുമിച്ച് യാഗപീഠം പണിതവർ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചവർ, ഒരുമിച്ച് ചേർന്ന് നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചവർ. ഒരിക്കലും പിന്മാറത്തില്ലെന്നും ഒരിക്കലും എന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് യോസേപ്പ് നെഞ്ചിന്റെ പലകമേൽ എഴുതി തിട്ടപ്പെടുത്തിയ ആമേൻ 10 അവനെതിരെ തിരിഞ്ഞു. പൊട്ടക്കിണറൊരുക്കുമ്പോൾ വിവസ്ത്രനായി ആമയെ ഒന്ന് ചിന്തിച്ച്, വസ്ത്രം മുഴുവനും വലിച്ചു കീറുമ്പോൾ, അപ്പൻ കൊടുത്ത നിലയെങ്കിൽ വലിച്ചു കീറുമ്പോൾ ഏത് സഹോദരന് ക്ഷമിക്കാൻ കഴിയോ? ഏത് സഹോദരന് ക്ഷമിക്കാൻ കഴിയോ? ഇന്ന് പലരും പിണങ്ങുന്നത് ആമയെ എന്നെ കണ്ടപ്പോൾ അവനൊന്ന്
ചിരിച്ചില്ലെന്ന് പറഞ്ഞ നമ്മൾ പലരും പിണങ്ങുന്നത്. എങ്കിലും അവൻ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചില്ലല്ലോ. ഞാൻ ചിരിക്കാൻ നോക്കിയിട്ട് നീ ചിരിച്ചോ? ചിരിക്കാൻ നോക്കി പാസ്റ്റർ, എന്നിട്ടും നമ്മൾ ചിരിച്ചില്ല. എങ്കിലും നമ്മൾ പിണങ്ങുന്ന ഇതിനൊക്കെയാ. പക്ഷെ ശ്രദ്ധിച്ചു കേട്ടോ, ജീവിതം യാഥാർത്ഥ്യത്തിനകത്ത് വസ്ത്രം മുഴുവനും ഊരി വാങ്ങി അപ്പൻ കൊടുത്ത നിലയെങ്കിൽ വലിച്ചു കീറി ശരീരം മുഴുവനും വിവസ്ത്രനായി ഒരു തുണ്ട് തുണി മാറി ചേർത്ത് പിടിക്കാൻ അവന്റെ നഗ്നത മറയ്ക്കാൻ പോലും കൊടുക്കാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്ത് ഒതുക്കി 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 മിഥ്യാനിയ കച്ചവടക്കാരുടെ അടിമച്ചന്തയിൽ നിർത്തി ഒരു വെള്ളിക്കാശ്, 2 വെള്ളിക്കാശ്, 20 വെള്ളിക്കാശ് എണ്ണി വാങ്ങി. ആർക്കാ സഹിക്കുന്നേ? ഏത് വ്യക്തിക്കാ സഹിക്കുന്നേ? കൂടെ നിർത്തിയവർ, കൂടെ വളർത്തിയവർ, ഒരുമിച്ച് വളർന്നവർ, ഒരുമിച്ച് യാഗപീഠം പണിതവർ, ഒരുമിച്ച് ആരാധിച്ചവർ നാളെ വെറും 20 വെള്ളിക്കാശിന് വിൽക്കുകയാ സ്വന്തം കൂടപ്പിറപ്പ്. ശ്രദ്ധിച്ചേ. എന്നിട്ടും അവൻ ഒരു വാക്ക് പോലും അവർക്കെതിരെ പറഞ്ഞില്ല. യോസേപ്പിനൊരു ഉറപ്പുണ്ടായിരുന്നു. എന്താ യോസേപ്പ് എനക്കുള്ള ഉറപ്പ്? യോസേപ്പിനറിയാം, എൻ്റെ സ്വപ്നത്തിന് ഇവരാരും എൻ്റെ കൂടെ നിൽക്കില്ല. നിന്റെ ജീവിതത്തിനകത്ത് അവരാരും എൻ്റെ കൂടെ കാണില്ല. ഈ ഒറ്റ മനുഷ്യനും എന്നെ ഓർക്കില്ല. എൻ്റെ വേദനയ്ക്കകത്താരാ ഓർക്ക? ഉലകത്തിൽ ആരും കാണില്ല. പക്ഷേ എൻ്റെ താഴ്ചയിൽ ഓർക്കുന്നവരേ ഒരു ദൈവം ഞാൻ ആരാധിക്കുന്ന ദൈവമാണ്. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ഈറനടിഞ്ഞ കണ്ണുമായി തൻ്റെ സഹോദരങ്ങൾ 20 വെള്ളിക്കാശ് എണ്ണി കീശയ്ക്കകത്തിട്ട് പോകുമ്പോഴും 2 കൈകളും ചങ്ങലയിട്ട് 2 കാലും ബന്ധിച്ചവനായി അടിമ എങ്ങനെയാണോ നടന്നു നീങ്ങുന്നത് പോലെ നടന്നു നീങ്ങി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് നടന്നു നീങ്ങുമ്പോഴും യോസേപ്പിനറിയാം, ആരും എന്നെ ഓർത്തില്ലേലും ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയാം, ആരെയും നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. മാതാപിതാക്കളെ, നിങ്ങളോടാ ഞാൻ പറയുന്നത്, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. വളർത്തി വലുതാക്കുന്ന മക്കൾ നാളെ ഓർക്കണമെന്നില്ല. ഇന്ന് നീ കഴിച്ചില്ലെങ്കിലും ചേർത്ത് വയ്ക്കുകയാ. എൻ്റെ മകൻ സ്കൂൾ വിട്ടു വരും, എൻ്റെ മക്കൾ ജോലി കഴിഞ്ഞു വരും. ആരും ഓർക്കണമെന്നില്ല. പക്ഷെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ശ്രദ്ധിച്ചു കേട്ടെ പ്രിയരെ. അവൻ വിവസ്ത്രനായി അടിമച്ചന്തയിൽ നിന്നൊരു യാത്രയുണ്ട് പോത്തീഫറിൻ്റെ ഭവനത്തിനകത്ത്. അവിടെ വച്ചും അവനെ ഓർക്കാൻ ആരുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വചനം കൃത്യമായി പറയുന്നു, ചെയ്യാത്ത കുറ്റത്തിന്, അങ്ങനെയാ പറയുന്നേ, ചെയ്യാത്ത കുറ്റത്തിന് അവൻ കാരാഗ്രഹത്തിലേക്ക് പോകുക. സഹോദരന്മാർ അവന് അടിമച്ചന്തയിൽ നിൽക്കാൻ കൈവിലം കൊടുത്തതുപോലെ ഒരായുസ് മുഴുവനും തൻ്റെ യജമാനൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിച്ച യോസേപ്പിന് യജമാനൻ കൊടുത്തത് കാരാഗ്രഹ വസ്ത്രവും കയ്യിൽ ചങ്ങലയുമാണ്. നീ ആർക്ക് വേണ്ടി അധ്വാനിച്ചോ? അധ്വാനിക്കുന്നതിനെതിരല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മേഖല എവിടെയാണോ ആ മേഖലയിൽ നിങ്ങൾ അധ്വാനിക്കുന്നവരായിരിക്കണം.
നിങ്ങൾ അധ്വാനിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടത്തുള്ളൂ. നിങ്ങൾ അധ്വാനിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു നന്മയും വെളിപ്പെടത്തില്ല. സ്നേഹത്തോടെ ഞാൻ പറയാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുന്നവരായി മാറണം. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ അധ്വാനിക്കുന്നവരായി മാറണം. എൻ്റെ പ്രസംഗം അതിലേക്കല്ല, ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് മാറി വരികയാണ്. ശ്രദ്ധിക്കണമേ, വചനം കൃത്യമായി പറയുന്നു, യോസേപ്പ് അവൻ കൊടുത്ത നാളുകൾ മുഴുവൻ ഗ്രഹവിചാരകനായി മാറ്റിയ കാലങ്ങൾ മുഴുവൻ പോത്തിഫറിന് വേണ്ടി അധ്വാനിച്ചു. പക്ഷേ പോത്തിഫർ അവന് കൊടുത്ത സമ്മാനം കൈവിലങ്ങായിരുന്നു, കാരാഗ്രഹമായിരുന്നു. കാരാഗ്രഹത്തിനകത്തും വിശ്വസ്തനാണ് ദൈവമുള്ളവൻ. ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവമുള്ളവൻ എവിടെ പോയാലും വിശ്വസ്തനാണ്. സ്വപ്നമുള്ളവൻ എവിടെ പോയാലും വിശ്വസ്തനാണ്. ഒരുവന് അവിശ്വസ്തനായ ഒരുവന് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തില്ല. വിശ്വസ്തന്റെ ജീവിതത്തിൽ മാത്രമേ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയാ, ധരിക്കാൻ ആഹാരമില്ലേലോ, ധരിക്കാൻ വസ്ത്രമില്ലേലോ, കേറിക്കിടക്കാൻ നല്ല ഭവനമില്ലേലോ, ഒരു വ്യക്തിയെ പറ്റിച്ചൊരു നന്മ നിന്റെ കൂടാരത്തിൽ വരരുത്. ഏത് സാഹചര്യത്തിനാണേലോ അവിടെ വിശ്വസ്തനായി നിൽക്കണം. ഹല്ലേലൂയ. ഈ പരിശോധനയുടെ നാളുകളിൽ നീ വിശ്വസ്തനായി തീരണം. ഈ പരിശോധനയ്ക്കകത്തിട്ട് ദൈവം ശോഭന ചെയ്യുമ്പോൾ നീ അവിശ്വസ്തനായി മാറരുത്, നീ വിശ്വസ്തനായി മാറണം. ആമേൻ. ഹല്ലേലൂയ. യോസേഫിന്റെ ജീവിതത്തിനകത്ത് വന്ന് സമസ്ത മേഖലകളിലും സ്വർഗത്തിന് പറയാൻ ഒരേ ഒരു സാക്ഷ്യമുള്ളൂ, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനാണ്, അവൻ വിശുദ്ധിയുള്ളവനാണ്. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതികൂലത്തിന്റെ താഴ്ചകൾക്കകത്തും ദൈവത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നവന് മാത്രമേ അങ്ങനൊരു സാക്ഷ്യം ദൈവത്തിനു പ്രാപിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്തും എന്തിനേറെ കാരാഗ്രഹത്തിനകത്ത് വരും അവൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം യോസേഫിന്റെ കയ്യിൽ പോലും പരമേൽപ്പിക്കാനിടയായത്. ശ്രദ്ധിച്ചു കേൾക്കണേ, എൻ്റെ പോയിന്റിലേക്ക് വരികയാണ്, എൻ്റെ പ്രസംഗത്തിന്റെ ആശയത്തിലേക്ക് വരികയാണ്. അവിടെ യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്രതീക്ഷിതമായി രണ്ട് വ്യക്തികൾ വരികയാ. ഒരുവൻ പാനപാത്ര വാഹകനും മറ്റൊരുവൻ അപ്പക്കാരനും. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? അവർ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വ്യത്യസ്തമായ രണ്ട് സ്വപ്നങ്ങൾ കാണുകയാണ്. പാനപാത്രവാഹകൻ കാണുന്നു ഒരു മുന്തിരിവള്ളി, അതിനകത്ത് 3 ഇതളുകൾ ഉയർന്നു വരികയാണ്. അതിനകത്തുനിന്ന് പെട്ടെന്ന് ആ ഇതളുകൾക്കകത്ത് കായ് വരുന്നു, മുന്തിരി ഫലം വരുന്നു. മുന്തിരി വേഗത്തിൽ പഴുക്കുന്നു. ആ വേഗത്തിൽ പഴുത്ത മുന്തിരി പാനപാത്രവാഹകൻ ചക്കിനകത്തിട്ട് മെതിച്ച് അതിനകത്തുള്ള ജ്യൂസ് എടുത്ത് ഫറവോന്റെ അടുക്കൽ ഒരു പാനപാത്രത്തിനകത്ത് നിറച്ച് ഫറവോന്റെ അടുക്കലേക്ക് പോകുകയാണ്. ഹല്ലേലൂയ. അതുപോലെ അപ്പക്കാരൻ കാണുകയാണ്, അവന്റെ കയ്യിൽ 3 കൊട്ടയുണ്ട്, അത് നിറച്ചും അപ്പങ്ങളുണ്ട്. താൻ ഫറവോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ തന്റെ കയ്യിലുള്ള കൊട്ടകളിലുള്ള അപ്പത്തെ ഉയരാകാശത്തിലൂടെ പറക്കുന്ന പറവകൾ കൊത്തിക്കൊണ്ടുപോകുകയാണ്. ഈ സ്വപ്നം കണ്ട് അവർക്ക് രാത്രികളിൽ ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ വെളിപ്പെടുമ്പോൾ, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥമെന്നും അറിയാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരുവൻ മൂലയ്ക്കകത്ത് കാരാഗ്രഹത്തിൻ്റെ ഇടുങ്ങിയ ജീവിതത്തിനകത്ത് ഒരു കല്ലിനകത്ത് വെട്ടിയുണ്ടാക്കിയ കാരാഗ്രഹത്തിനകത്ത് കൈകാലുകൾ ചങ്ങലക്കിട്ടവനായി ഒരുവൻ കിടക്കുകയാണ്. ജയിലിലെ കാര്യവിചാരകനായ ജയിൽ പ്രമാണി പറയുകയാ, അവൻ ചിലപ്പോൾ നിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം തന്നേക്ക. ഇവരോട് യോസേഫിന്റെ അടുക്കലെത്തുക.
എത്തുകയാണ്, യോസേഫിന്റെ അടുക്കൽ എത്തുകയാണ്. അവർ ഈ സ്വപ്നങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ യോസേഫ് പറയുകയാണ്, പാനപാത്രവാഹകനോട് പറയുകയാണ്, യോസേഫ് പറയുകയാണ്, പാനപാത്രവാഹകനേ, ആമേ നീ കണ്ട 3 വള്ളികൾ, ഒരു മുന്തിരി വള്ളിയിൽ നിന്ന് 3 ബ്രാഞ്ചുകൾ, അത് 3 ദിവസത്തെ കാണിക്കുന്നു. 3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഫറവോൻ ക്ഷണിക്കും, പിന്നെ നീ ആ പോസ്റ്റിംഗിലേക്ക് മടങ്ങി വരും. കാരാഗ്രഹത്തിനകത്തും ശുശ്രൂഷ ചെയ്യുന്ന ഭക്തൻ നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? കഴിഞ്ഞ ദിവസം ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദൈവദാസനെയും ദൈവദാസിയും 5 വർഷത്തേക്ക് മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് ജയിലറയ്ക്കകത്ത് അടച്ചു. ന്യൂസുകൾ മുഴുവനും സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ മണ്ണിലെല്ലാം ഉണ്ടായിരുന്ന കുടുംബം ദൈവരാജ്യത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ പോയി ട്രൈബൽസിൻ്റെ ഇടയിൽ സുവിശേഷ വേല ചെയ്തെന്നറിഞ്ഞ് അവർ മതം മാറ്റാൻ പോയതല്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പോയതാ. വിദ്യാഭ്യാസം കൊടുത്തത് വേറെ രീതിയിലുള്ള വകുപ്പിട്ട് അവരെ തുറങ്കലടിക്കുക. ഒരു കൂട്ടം പേർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, കാരാഗ്രഹത്തിനകത്തും ശുശ്രൂഷ ചെയ്യുന്നൊരു ഭക്തൻ. ഈ രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാ, 2025 നമുക്ക് അനുകൂലമായ സാഹചര്യം ലഭിച്ചെന്ന് വരില്ല. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല AC ഹാളുണ്ട്, നല്ല മൈ സിസ്റ്റം ഉണ്ട്, ലൈവ് ഉണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതുപോലൊരു സാഹചര്യം മാളുകളിൽ വരണമെന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ചലഞ്ചായി ഞാൻ ആത്മമറവിൽ പറയാ, AC ഹാളില്ലേലും മൈ സിസ്റ്റം ഇല്ലേലും ആമേ ലൈവ് ഇല്ലേലും ഈ ദൈവത്തിന്റെ സുവിശേഷത്തെ ആമേ നീ ഏത് സാഹചര്യത്തിലായാലും ഏത് വ്യക്തികളോടും കൈമാറാ. അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ജീവിക്കുമ്പോൾ ക്രിസ്തു, മരിക്കുമ്പോൾ ലാഭമെന്ന് പറയാ. ഒരു തലമുറ ഈ പട്ടണത്തിനകത്ത് ഇന്ന് രാത്രി ഞാൻ എങ്ങനെ വിശ്വസിക്കുകയാണ്, അതുപോലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വേദനയ്ക്കകത്തും ശുശ്രൂഷ ചെയ്യുന്നവൻ, ഹല്ലേലൂയ, വേദനയ്ക്കകത്തും ദൈവത്തെ പ്രസംഗിക്കുന്നവൻ, വേദനാജനകമായ യാഥാർത്ഥ്യത്തിനകത്തും ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വചനം അങ്ങനെ പറയുന്നു, യോസേഫ് കാരാഗ്രഹത്തിനകത്ത് വച്ച് അവനിൽ ദൈവം വെളിപ്പെടുത്തിയ കൃപാവരത്തെ ഓപ്പറേറ്റ് ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവദാസൻ എന്നോട് സംസാരിച്ച സമയത്ത് പറയുകയുണ്ടായി, വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പിതാവ് ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുന്ന സമയത്ത്, ലോക്കലിലാണ്, സാഹചര്യങ്ങളും സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ കുറവായിരുന്ന കാലഘട്ടം, വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ കയറി ചെന്നൈയിലേക്കുള്ള ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്നപ്പോൾ അടുത്തിരുന്ന വ്യക്തിയിൽ ഭൂതമിളകി. ഹലോ, അടുത്തിരുന്ന വ്യക്തിയിൽ ഭൂതമിളകി. അയാള് മലയാളി പോലുമല്ല. ഭൂതമിളകിയിട്ട് പറഞ്ഞു, ഈ ആളെ ഇവിടുന്ന് മാറ്റണം. ഈ ആളുടെ ശരീരത്തിനകത്ത് ഒരു തീയുണ്ട്. ഈ തീയുടെ മുൻപിൽ എനിക്കിരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയാം, അഭിഷേകമുള്ളവന് ട്രെയിൻ ശുശ്രൂഷാവേദിയാണ്. അഭിഷേകമുള്ളവന് റോഡ് ശുശ്രൂഷാവേദിയാണ്. അഭിഷേകമുള്ളവന് ബസ് ശുശ്രൂഷാവേദിയാണ്. അഭിഷേകമുള്ളവന് ഹോസ്പിറ്റൽ ശുശ്രൂഷ ഇടമാണ്. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക, ദൈവത്തിന്റെ നാവായി നിൽക്കുക. അഭിഷേകത്തിൽ ചലിക്കുമെന്ന് ബലമുറ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചർച്ചിൽ ഒരുമിച്ച് കൂടി
ഏകദേശം 12-12:30 വരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ ചർച്ചിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്നു. ഞങ്ങളെല്ലാം തറയിൽ ഇങ്ങനെ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തൻ്റെ കയ്യിലൊരു വേദപുസ്തകമുണ്ട്. തനിക്കിരിക്കാൻ നന്നായി നമ്മളെപ്പോലെ മുഴങ്കാലിലിരിക്കാൻ അറിയില്ല. താൻ ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുക. അവസാനം ഓരോ ദൈവദാസന്മാരും ഓരോ വിഷയങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. ദേശത്തിൻ്റെ വിടുതലിനായൊക്കെ പ്രാർത്ഥിച്ചു. അവസാനം തൻ്റെ അടുക്കൽ മൈക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു, ഡിസംബർ മാസം 27-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞു, ഒരു 3 മാസം മുമ്പ് നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ജയിലിൽ വെച്ച ഒരു ദൈവദാസനെ കണ്ടുമുട്ടി. താൻ എന്നോട് സുവിശേഷം അറിയിച്ചു. ആ ജയിലറയ്ക്കകത്തിരുന്ന് ഒരുമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കൊലപാതക കേസിന് ഞാൻ ജയിലിൻ്റെ അകത്തളത്തിൽ പോയി. ആരും എനിക്ക് സഹായിക്കാനില്ലായിരുന്നു. ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്നും അവൻ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടുവെന്നും ഒരു രക്ഷയുടെ വാതിലുണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ കേൾക്കണോ, 3 മാസം നിരന്തരമായ ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവദാസൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പാപബോധമുണ്ടായി. ഡിസംബർ മാസം 23-ാം തീയതി നെയ്യാറ്റിൻകര കോടതി തനിക്ക് ജാമ്യം അനുവദിച്ചു. 23-ാം തീയതി ഡിസംബർ 23-ാം തീയതി ജാമ്യം അനുവദിച്ചു. 27-ാം തീയതി പകലിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഞായറാഴ്ചയാണ് ഡിസംബർ 27. ഞായറാഴ്ച സഭാരാധനയുമായുള്ള ബന്ധത്തിൽ അവർ കുടുംബമായി ഭാര്യയും ഭർത്താവും ദൈവത്തെ സ്നാനജലത്തിലിറങ്ങി സ്നാനം സ്വീകരിച്ചു. ഇനി തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവദാസനെ എനിക്ക് ജീവിതത്തിൽ തെറ്റുപറ്റി ഇല്ലെന്നല്ല, തെറ്റ് സംഭവിച്ചു പോയി. അതിനകത്ത് എനിക്ക് ശിക്ഷിച്ചാൽ, എനിക്ക് നിയമം എന്നെ ശിക്ഷിച്ചാൽ എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി തുറന്നിട്ട് രക്ഷയുടെ വാതിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ രക്ഷയുടെ വാതിലൂടെ നിത്യതയിലേക്ക് കടന്നു പോകും. അറിവില്ലായ്മയുടെ കാലത്ത് മനുഷ്യൻ ചെയ്തത് ഗണ്യമാക്കാത്ത ദൈവം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എവിടെയും ശുശ്രൂഷ ചെയ്യാം. തീയിൽ നിന്ന് കിടക്കുന്ന ചിലതിനെ വലിച്ചെടുക്കാം. വചനം പറയുന്നു, പൗലൂസ് കുള്ളക്കരവിൽ നിന്ന് പ്രസംഗിച്ചു. ലുദിയയുടെ ഹൃദയം തുറന്നു. ഇവിടെ യോസേഫ് കാരാഗ്രഹത്തിനകത്ത് സ്വപ്നം വ്യാഖ്യാനിച്ച് കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞൊരു പദമുണ്ട്. അപ്പം വായിച്ചിട്ട് ഒറ്റ വാക്കിൽ ആ വാക്യം ഒന്ന് വായിച്ച് 2 വാക്ക് പറഞ്ഞ് ഇന്ന് രാത്രി ആ പ്രസംഗം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം. വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒരാൾക്ക് എല്ലാവരും കേൾക്കൊന്ന് ശബ്ദമുയർത്തിയൊന്ന് വായിക്കാമോ? എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ, യോസേഫ് പാനപാത്രഭാഗകനോട് സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞിട്ട് പറയുക, എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഇവിടെ നിന്നും വിടിവിക്കണമേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവിടെ യോസേഫ് പറയുന്ന പദം കണ്ടോ? നിനക്കൊരു ശുഭകാലം വരും, നിനക്കൊരു ശുഭകാലം വരും. നീ ഞാൻ വ്യാഖ്യാനിച്ചതുപോലെ 3 ദിവസം കഴിയുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ പിന്നെയും നീ റീജോയിൻ ചെയ്യും പാനപാത്രവാഹകനെ. അപ്പോൾ നിനക്കൊരു ശുഭകാലം വരുമ്പോൾ നീ എന്നെയും ഒന്ന് ഓർത്ത് എന്നെ വിടിവിക്കണേ. യോസേഫ് പറയുന്നത് കണ്ടോ? ആരോടാ പറയുന്നേ? മനുഷ്യനോടാ പറയുന്നേ.
യോസേഫ് വിചാരിച്ചു, എന്തായാലും ഈ കാരാഗ്രഹത്തിനകത്ത് ചങ്ങല കെട്ടി ചങ്ങലകൾ കൈകാലുകൾ ബന്ധിച്ചവനായി കിടക്കുമ്പോഴും അവൻ കണ്ട സ്വപ്നം അവന് വ്യാഖ്യാനിച്ചു കൊടുത്തില്ലേ? ആരും ചെയ്യാത്തതല്ലേ ഞാൻ അവന് വേണ്ടി ചെയ്തത്? ഞാൻ അവന് ചെയ്തു കൊടുത്തത് കൊണ്ട് അവൻ ഇന്നല്ലെങ്കിൽ നാളെ 3 ദിവസം കഴിയുമ്പോ രാജകൊട്ടാരത്തിന്റെ വാതിൽ പിന്നെയും തുറക്കും. അന്ന് ഫറവോന്റെ മുൻപിൽ പാനപാത്രവുമായി അവൻ പോകുമ്പോൾ ആരെ ഓർത്തില്ലേലും എന്നെ ഓർക്കും. അതുകൊണ്ടാ പറയുന്നേ, നിനക്ക് ശുഭകാലം വരും, അന്ന് നീ എന്നെ ഓർത്ത് എന്നെ വിടിവിക്കണം. എൻ്റെ ചോദ്യം, യോസേഫേ, നീ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോഴും അവൻ കണ്ട സ്വപ്നത്തെ നീ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഒരു മടി കൂടാതെ അവന് വേണ്ടി ശുശ്രൂഷ നീ ചെയ്തില്ലേ? അവന് വേണ്ടിയുള്ള വഴിയുടെ രഹസ്യം നീ ആത്മാവിൽ വെട്ടിത്തെളിച്ചു കൊടുത്തില്ലേ? നീ കരുതിയില്ലേ അവൻ പാനപാത്രം നിറച്ച് മുന്തിരി ജ്യൂസുമായി കൊട്ടാരത്തിലേക്ക് മടന്നു പോകുമ്പോൾ, ഫറവോന്റെ മുൻപിലെത്തുമ്പോൾ നിന്നെ ഓർക്കുമെന്ന്? എൻ്റെ ചോദ്യം, ഓർത്തോ യോസേഫേ? യോസേഫ് പറയും, ഞാൻ കരുതി പാസ്റ്ററേ, എൻ്റെ അപ്പൻ എന്നെ ഓർത്തില്ല, എൻ്റെ സഹോദരന്മാരാരും എന്നെ ഓർത്തില്ല, അവരെല്ലാവരും എൻ്റെ വസ്ത്രം വലിച്ചു കീറി, എൻ്റെ ശരീരത്തിനകത്ത് മുറിവുകൾ ഉണ്ടാക്കി വിവസ്ത്രനായ അടിമച്ചന്തയിൽ നിർത്തി. ഞാൻ കരുതി എൻ്റെ യജമാനനെങ്കിലും എന്നെ ഓർക്കുമെന്ന്. ഞാൻ പോത്തീഫറിൻ്റെ ഭവനത്തിൽ മുഴുവനും അവൻ തന്നതിനെല്ലാം ഞാൻ വിശ്വസ്തനായിരുന്നു. ഞാൻ മുഖാന്തരം അവിടെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അവരും എന്നെ ഓർത്തില്ല. കാരാഗ്രഹത്തിനകത്തകപ്പെട്ടിട്ടും പുറം കാണാൻ കഴിയാതെ കാരാഗ്രഹത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത പാനപാത്രവാഹകന് വേണ്ടി സ്വർഗീയമായ രഹസ്യം ഞാൻ ആത്മാവിൽ വെട്ടിത്തെളിച്ചു കൊടുത്തു. ഞാൻ കരുതി നാട്ടിലുള്ളവരെന്നെ ഓർത്തില്ലേലും ജയിലിൽ വേദന അനുഭവിച്ചവനെങ്കിലും എന്നെ ഓർക്കുമെന്ന്. അവനും എന്നെ ഓർത്തില്ല. ഈ ലോകം ഇങ്ങനെയാ പ്രിയരെ, അവരാരും നമ്മെ ഓർക്കില്ല. നിന്റെ വേദനയ്ക്കകത്തും നീ വളർത്തിയവരാരും നിന്നെ ഓർക്കില്ല. നീ കരുതും അവരൊന്ന് കൈ തന്നിരുന്നെങ്കിൽ, അവരെനിക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിരുന്നെങ്കിൽ എൻ്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുമെന്ന് നീ ഒന്ന് ഓർത്ത്. ഇവരാരും നിനക്ക് വേണ്ടി കരുതില്ല. ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. പാനപാത്രവാഹകൻ നിന്നെ ഓർത്തില്ലേലും, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഓർത്തില്ലേലും, നിന്റെ ഭർത്താവും ഭാര്യയും നിന്നെ ഓർത്തില്ലേലും, നിന്റെ കൂടപ്പിറപ്പും നിന്നെ ചേർത്തില്ലേലും, സങ്കീർത്തനക്കാരൻ പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കും ഒരു ദൈവമുണ്ട്. പലരും ഓർക്കാത്തതിന് കാരണമുണ്ട് കേട്ടോ. പലരും ഓർത്ത് നമുക്ക് വേണ്ടി ചില വരികളും വാതിലുകളും വെട്ടിയാൽ നമുക്കവരെക്കാളും ഉയരാൻ കഴിയില്ല. പാനപാത്രവാഹകൻ യോസേപ്പിനെ ഓർത്താൽ നാളത്തെ പകൽ മുതൽ യോസേപ്പ് പാനപാത്രവാഹകൻ്റെ അസിസ്റ്റന്റ്. എവിടെയാടാ ജഗ്, എവിടെയാടാ ഗ്ലാസ്? രാജാവ് വരുന്നത് നീ കണ്ടില്ലേ? പലരും നമ്മെ മറന്നത്, പലരും നമ്മെ ഓർക്കാത്തത്, അതിന് പിന്നിലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. രാത്രി പറ, ചിലർ മറന്നത് നല്ലതിനാ, ചിലർ മറന്നത് നല്ലതിനാ, ചിലത് ചേർത്ത് നിർത്താത്തതും നല്ലതിനാ, ചിലത് ഒറ്റപ്പെടുത്തിയതും നല്ലതിനാ, ചിലത് വിട്ടു പോയതും നല്ലതിനാ.
നമുക്കാർക്കും തുറന്നു തരാൻ കഴിയാത്ത ഒരു രാജസിംഹാസനത്തിലേക്കുള്ള വാതിൽ നിന്നെ ഓർത്ത ദൈവം നിനക്ക് വേണ്ടി തുറന്നു വച്ചിട്ടുണ്ട്. 2025 ഈ ജനുവരി മാസത്തിൽ ആത്മമറവിൽ ഒരു ദൂത് കൈമാറ. ആരുടെ മുന്നിലും തുറന്നിട്ടില്ലാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി ഉടയവേ തുറന്നു വച്ചിട്ടുണ്ട്. ആരും ഓർക്കണ്ട, ദൈവം നിന്നെ ഓർത്താ മതി. ഒരു ഉറപ്പ് ഞാൻ പറയാം, 24/7 നിന്നെ കാണുന്നൊരു കണ്ണുണ്ട്, നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ റേഡിയസിനകത്തുനിന്ന് നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ കഴിയില്ല. അവൻ നിന്നെ ഓർത്തിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി മാറും. അവൻ നിന്നെ ഓർത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ മാറും. അവൻ നിന്നെ ഓർത്തിട്ടുണ്ടെങ്കിൽ ഏത് കയ്യിലാണോ ചങ്ങല വീണത് അതേ കയ്യിൽ രാജകീയ മോതിരം വീഴ. മോതിരം എന്തിനെ കാണിക്കുന്നു? വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. എവിടെ നീ തകർന്നു അവിടെ നിന്നെ വീണ്ടെടുത്ത് നിന്നെ റീസ്റ്റോർ ചെയ്ത് അർഹതയില്ലാത്ത ഇടത്ത് കൊണ്ടിരുത്തുന്ന ദൈവത്തിന്റെ കരം ചലിക്കും. എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയുടെ നേരിട്ട് നിൽക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടത്ത്, ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഓർക്കാൻ പോവാ. എൻ്റെ താഴ്ചയിൽ ഞാൻ നിന്നെ ഓർക്കാൻ പോവാ. ശുശ്രൂഷക്കകത്ത് ഞാൻ നിന്നെ ഓർക്കാൻ പോവാ. ആരും ഓർക്കണ്ട, ഞാൻ കൂടെയുണ്ട്. നീ ആരോടും ഓർക്കണമെന്ന് പറയണ്ട. ഞാൻ നിനക്ക് വേണ്ടി ഓർക്കും, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. എല്ലാ കണ്ണുകളും ദിവസം, എല്ലാ കണ്ണും ദിവസത്തിൽ അടയട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു വാക്ക് ദൈവത്തോട് പറ, I know, എനിക്കറിയാം, I had a God, എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. I had a God who remember me. എൻ്റെ ഏതവസ്ഥയിലും എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. രാത്രി ആ വാക്കൊന്ന് പറഞ്ഞാട്ടെ, എന്നെ ഓർക്കുന്ന ദൈവം. വലിയൊരു ദൈവത്തിൻ്റെ ഫേവർ നിന്റെ കൂടാരത്തിനകത്ത് നിറയും കേട്ടോ. ആത്മാർത്ഥമായി ഏൽപ്പിച്ചു കൊടുക്ക. വലിയ ആത്മാവിൻ്റെ തലങ്ങൾ വെളിപ്പെടുന്ന രാത്രിയായി മാറും. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയാരുളും വൻകീരിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ. പറഞ്ഞാട്ടെ. തുണയാരുളും വൻകീരിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ ഇസ്രായേലിൻ കാവൽ
തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ ഇല്ലേനിക്കു ഭേദമൊട്ടും. യഹോവയൻ പാലകൻ ഇല്ലേനിക്കു ഭേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളൂ. വൻകീരിയിൽ എൻ സഹായം വാൻ ഭൂമി അഖിലം വാഴും. ഓ യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും. 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 വാനം ഭൂമി അഖിലം വാഴും. ഒന്ന് പ്രാർത്ഥിച്ചാൽ 103 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ആകാറുമമ്പമേ ദൈവമേ എന്നെ ഒന്ന് ഓർക്കണമേ. 136 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഈ രാത്രി നീ ചോദിച്ചില്ലേ, കർത്താവേ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്? എന്റെ വേദനയ്ക്കകത്ത് ഒന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ച ചിലവിന്റെ മറുപടിയായി രാത്രി സ്വർഗം നിന്റെ കരത്തിൽ കൈമാറുകയാ. നിന്റെ താഴ്ചയിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വേദനയ്ക്കകത്ത് നിന്നെ കാണുന്നൊരു ദൈവനുണ്ട്. നീ ആരും ഓർക്കുമെന്നാ നീ കരുതിയിരുന്നേ? ആര് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാ നീ ഇതുവരെ ചിന്തിച്ചിരുന്നേ? അവരാരും നിനക്ക് വേണ്ടി പ്രവർത്തിക്കില്ല, അവരാരും നിന്നെ ഓർക്കില്ല. പക്ഷെ സ്വർഗം നിന്നെ ഓർക്കും, സ്വർഗം നിന്നെ ഓർക്കും. ഇന്നത്തെ വേദന നാളത്തെ സാക്ഷ്യമായി മാറും. ഇന്നത്തെ നിന്ന നാളത്തെ വലിയ അനുഗ്രഹത്തിന്റെ വാതിലുകളായി മാറും. ഇന്നത്തെ കണ്ണുനീരിന്റെ രാത്രികൾ നാളത്തെ ആനന്ദത്തിന്റെ ദിനരാത്രങ്ങളായി മാറും. ദൈവം ചിലരെ ഓർക്കുക. എല്ലാം തകർന്ന ആരോക്കെ എന്നെ കേൾക്കുക. ഈ പ്രസംഗത്തിനകത്ത് ദൈവം നിന്നെ എൻകറേജ് ചെയ്യുക, ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്യുക, ദൈവം നിന്റെ ജീവിതത്തെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. ആരാ പറഞ്ഞേ നിനക്കാരുമില്ലെന്ന്? നിന്നെ ഓർക്കുന്നൊരു ഉടയവനുണ്ടെന്ന്.
നിനക്ക് വേണ്ടി മാറ് പിളർന്ന അവസാനത്തുള്ളി രക്തവും ഊറ്റിവരുവനുണ്ടെന്ന്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയരട്ടെ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഈ രാത്രിയിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തോട് വാതുറമ്മ വിളിക്കുകയോ, Remember me, Lord. ഈ രാത്രി ദൈവം നിന്നെ ചേർത്ത് പിടിക്കുക. സ്വർഗമേ, ഈ ജനത്തെ ഈ വചനമായി അച്ഛൻ ഞാൻ ബ്ലസ് ചെയ്യുക. വേദനയോടെ, ഭാരത്തോടെ, നിലവിളിയോടെ നിൽക്കുന്ന ചിലതിനെ ഞാൻ ആത്മാവിൽ ലിഫ്റ്റ് ചെയ്യുക. യോസേഫിനെ യോസേഫ് ഉയർത്തിവിട്ടവരാരും ഓർത്തില്ല, ഓർക്കേണ്ടവൻ ഓർത്തു. ഓർക്കേണ്ടവൻ ഓർത്തപ്പോൾ രാജ്യത്തിൻ്റെ വാതിൽ അവന് തുറന്നു വന്നു. ഇന്ന് രാത്രി ഓർക്കേണ്ട, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഒന്നോർത്ത, ഞങ്ങൾക്ക് വേണ്ടി തുറക്കേണ്ട വാതിലുകൾ ഈ രാത്രി തുറന്നു വരട്ടെ. പട്ടണങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ ചിലതിൻ്റെ മുൻപിൽ തുറന്നു വരാൻ ആത്മാവിൽ കൽപ്പിക്കുക. ഈ ജനത്തെ ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുക. അസാധാരണമായ നിയോഗത്തിനകത്ത് ഇവർ ചലിക്കട്ടെ, ദൈവമുള്ളവരായി നിൽക്കട്ടെ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹത്വമെല്ലാം അങ്ങെടുക്കും. പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ ആമേൻ. ആശീർവാദം കൈക്കൊള്ളാമോ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, നമ്മെ ആശീർവദിക്കുന്നത് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ കൂട്ടായ്മ കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ മടങ്ങി വരുവരിക്കുമാറാകട്ടെ. അരക്കപ്പെട്ട കുഞ്ഞാടിനും മകത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. പ്രാർത്ഥനയോടെ കടന്നു പോകാം. പ്രാർത്ഥന ആവശ്യമുള്ളവർ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും.